ആകട്ടെ, താങ്കൾക്ക് ഒരു ഇടത് നിരീക്ഷകൻ എന്ന നിലയിൽ എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അത്തരം വിഷയങ്ങളിൽ അല്ലെങ്കിൽ ഇതര മതവിഭാഗങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടാറുണ്ട് നമ്മുടെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഇടതുപക്ഷമോ? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ഇതര മതവിഭാഗങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെട്ടതാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു സംവാദം നമ്മളൊക്കെ ചർച്ചയിൽ പങ്കെടുത്തത്. വയനാടുണ്ടായ വിജയം മുസ്ലിം തീവ്രവാദികളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന പറഞ്ഞ് വിജയരാഘവൻ പറഞ്ഞു, CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ. അത് മുസ്ലിം വിഭാഗവുമായി ബന്ധപ്പെടുന്നതാണ്. കേരളത്തിലെ മുസ്ലിങ്ങളിൽ ഭൂരിപക്ഷവും തീവ്രവാദവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിജയരാഘവൻ പറഞ്ഞു എന്നായിരുന്നു പിന്നീട് അതിനുള്ള മൊത്തത്തിലുള്ള ചർച്ച. അതവിടെ നിൽക്കട്ടെ. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഇടതുപക്ഷം ഇടപെടാറുണ്ട്. ഇവിടെ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം ഷർട്ട് ഇടണോ ഇടണ്ട എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു ചർച്ച. അതും അതിനോടൊപ്പം തന്നെ സനാതന ധർമ്മം. ആദ്യമായിട്ട് ഞാൻ പറയട്ടെ, ഈ ക്ഷേത്രങ്ങളിലൊക്കെ ആചാരങ്ങൾ എന്തെങ്കിലും ലിഖിത നിയമങ്ങളുണ്ടോ? എന്റെ അറിവിലും വായനയിലും ഞാൻ ഒരുപാട് പരതി നോക്കി. ഒരു ക്ഷേത്രത്തിലെ ആചാരങ്ങളെ കുറിച്ചൊന്നും പ്രത്യേകിച്ച് ലിഖിത നിയമങ്ങളൊന്നും. കാലോചിതമായിട്ട് അതിന്റെ ഭരണസമിതികളോ തന്ത്രികളോ കാണിക്കുന്ന കാഴ്ചപ്പാട്, അവരുടെ കാഴ്ചപ്പാടിൽ ഒരു നിയമം ഉണ്ടാവും. ദൈവം എന്നൊരു സങ്കല്പം തന്നെ യഥാർത്ഥത്തിലില്ല. ദൈവത്തെ വിശ്വസിക്കുന്ന ഒരാള് യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ അമ്പലത്തിൽ പോകേണ്ട കാര്യം പോലുമില്ല. ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് നൊബേൽ സമ്മാനം കൊണ്ടുവന്ന രവീന്ദ്രനാഥ ടാഗോർ അദ്ദേഹത്തിന്റെ ഗീതാഞ്ജലിയിൽ ദൈവത്തെ കുറിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ വിഷയത്തിലേക്ക് വരാം. Whom dost thou worship in this lonely dark corner of a temple with a doors shut? Open thine eyes and see thy God is not before thee. He is there where the tiller is tilling the hard ground and where the pathmaker is breaking stone. He is with them on sun and shower. ഇത് ഏറ്റവും വലിയ ദൈവവിശ്വാസിയായിരുന്ന ടാഗോർ പറഞ്ഞതാ. ഈ നാലുകെട്ടിനകത്ത്, അമ്പലത്തിന്റെ നാലുകെട്ടിനകത്ത് ദൈവമില്ല. അത് പാറ പൊട്ടിക്കുന്നവന്റെ ദേഹത്തും അവന്റെ വിയർപ്പിലും ഒക്കെയാണ് ദൈവമുള്ളത് എന്ന് ടാഗോർ പറഞ്ഞു. അത് തന്നെയാണ് അഹം ബ്രഹ്മാസ്മി തത്വമസി എന്ന് പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇതാരാണ്? എന്റെ കൊച്ചുനാളിൽ ശാസ്താംകോട്ട എന്നൊരു ക്ഷേത്രമുണ്ട് കൊല്ലം ജില്ലയിൽ, ശ്രീധർമ്മ ശാസ്താവിന്റെ ക്ഷേത്രമാണ്. അവിടെ ഷർട്ട് ഇട്ടുകൊണ്ട് പ്രവേശിക്കാമായിരുന്നു. എന്റെ തേവലക്കരയുള്ള ഒരു മേജർ ദേവീക്ഷേത്രത്തിൽ ഷർട്ട് ഇട്ടുകൊണ്ട് പ്രവേശിക്കാമായിരുന്നു. ശാസ്താംകോട്ടയിൽ ഒരിക്കലും ഒരു കൊടിമരം ഒന്ന് ചരിച്ചു 10 വർഷത്തിന് മുമ്പാണത്. ഉടനെ പൂജ വെച്ച് പറഞ്ഞു, ഇത് പുരുഷന്മാര് ഷർട്ട് ഇട്ടുകൊണ്ട് കയറുന്നോണ്ട് ദോഷമാണെന്ന്. തേവലക്കര ക്ഷേത്രത്തിലും അതേ സംഭവം ഉണ്ടായി. ഇപ്പോൾ ഏതാണ്ട് 10-20 വർഷമായിട്ട് ഷർട്ട് ഇടണം. അതിനുശേഷം ഈ അമ്പലങ്ങളിൽ ഞാനിട്ട് പോയിട്ടുമില്ല, എനിക്ക് അത് വിശ്വാസവുമില്ല. അപ്പൊ ഇതെന്താണ് ഇങ്ങനെ ഒരു നിയമം വന്നത്? കൊടിമരത്തിന്റെ കൊടിയൊന്ന് ചരിഞ്ഞു വീണപ്പോൾ ഇത് പുരുഷന്മാര് ഷർട്ട് ഇട്ടുകൊണ്ട് കയറുന്നതാണെന്ന് പറഞ്ഞാൽ ഈ ഒരു കാടത്വമായിട്ടുള്ള ചിന്താഗതി, ഇത്രയും ഒരു അധമ സംസ്കാരത്തിന്റെ വക്താക്കളല്ലേ ഈ പറയുന്നവരാരെങ്കിലും പറയുമോ സ്ത്രീകൾ ഇതുപോലെ വസ്ത്രം ധരിക്കാൻ പാടില്ല? പറയില്ല. ഒരു ജ്യോത്സ്യരും പറയില്ല, ഒരു തന്ത്രിയും പറയില്ല, ഒരു പൂജാരിയും പറയില്ല. അപ്പോൾ ഇത് എന്തെങ്കിലും ഒരു കാരണം കണ്ടുപിടിച്ചുകൊണ്ട് മനുഷ്യരെ ഇങ്ങനെ, ശരിയാ ശ്രീത് പറഞ്ഞു ഒരു കാര്യം ഞാൻ വളരെ അംഗീകരിക്കും. എന്താ? ഡിസ്ക്രിമിനേഷൻ ഇല്ല, ആരും ഷർട്ട് ധരിക്കാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്. അതുപോലെ ഡിസ്ക്രിമിനേഷൻ ഇല്ല. പക്ഷേ ആര് കൊണ്ടുവന്നു? എവിടെ? ഏത് പുസ്തകത്തിൽ? നേരത്തെ ഇവിടെ ചോദിക്കുന്നത് കേട്ടു, ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ പുരുഷന്മാര് വസ്ത്രം ധരിക്കാൻ പാടില്ല? അങ്ങനെ ഒരു നിയമം ഇല്ല. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഞാൻ അബുദാബിയിൽ ഒരു ക്ഷേത്രത്തിൽ പോയപ്പോൾ, ഒരു മുസ്ലിം ദേവാലയമാണ്, ഒരു കൊട്ടാരം പോലെ. അവിടെ ചെന്നപ്പോൾ അവർ തലേന്ന് പറഞ്ഞെന്താ അറിയോ? ഡ്രസ് കോഡ് ഉണ്ട് ഇവിടെ. പുരുഷനായാലും സ്ത്രീ ആയിരുന്നാലും പരിപൂർണമായി വസ്ത്രം ധരിച്ചുകൊണ്ടേ കയറാവൂ. ആധുനിക വസ്ത്രങ്ങൾ, ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിക്കുന്ന വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് പാടില്ല. ഇനി ഞാനൊന്നുകൂടെ പറഞ്ഞു നിർത്താം. സനാതന ധർമ്മത്തെ കുറിച്ച് പറഞ്ഞു. എന്താ ഈ സനാതന ധർമ്മം എന്ന് പറയുന്നത്? അത് എന്റെ ചോദ്യമാണ്. ഈ നമ്മൾ വിശ്വസിക്കുന്ന മഹാഭാരതം, രാമായണം, വേദങ്ങൾ, ഉപനിഷത്തുകൾ, ഈ ഒരൊറ്റ പുസ്തകം, ഏതെങ്കിലും ഒരു പുസ്തകം എടുത്ത് ഒരു വരി സനാതന ധർമ്മം എന്നൊരു വാക്ക് കാണിച്ചു തരാമോ? ഒരൊറ്റ പുസ്തകത്തിലും ഇല്ല. അങ്ങനെ ഒരു വിചാരമേ ഇല്ല. പിന്നെ സനാതന ധർമ്മം എന്ന് പറയുന്ന ഒരു അർത്ഥം എന്ന് പറയുന്നത് ശാശ്വതമായ ധർമ്മം. ആ ധർമ്മത്തിന് റിലിജിയൻ എന്ന അർത്ഥമുണ്ട്, നമ്മൾ സ്വീകരിക്കുക എന്ന അർത്ഥമുണ്ട്, നടപ്പാക്കുക എന്ന അർത്ഥമുണ്ട്. ആ ശാശ്വതമായ ശരിയാ ശ്രീത്ത് പറഞ്ഞു. ശ്രീനാരായണൻ ഉദ്ദേശിച്ചത് വിശാലമായ ഹിന്ദു കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഇപ്പോഴത്തെ RSSന്റെ അല്ലെങ്കിൽ BJPയുടെയോ ഹിന്ദു ധർമ്മത്തിൽ ഉദ്ദേശിച്ച സനാതന ധർമ്മമല്ല. സ്വാമി വിവേകാനന്ദൻ കേരളത്തിൽ വന്നിട്ട് ഒരു പ്രാന്താലയമാണെന്ന് പറഞ്ഞിട്ട് പോയി. ആ പ്രാന്താലയത്തെ മാറ്റിയെടുക്കുന്ന രീതിയിലുള്ള മുന്നോട്ടാണ് ശ്രീനാരായണൻ മുന്നോട്ട് വെച്ച ഏകജാതി, ഏകമതം, ഏകദൈവം എന്ന് പറയുമ്പോൾ അതാണ് സഹോദരൻ അയ്യപ്പൻ എതിർപ്പോടുകൂടി പറഞ്ഞത്. ഇവിടെ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട. അതിന്റെ അർത്ഥം എന്താ? ശ്രീനാരായണ ഗുരുവിന്റെ വിവക്ഷ ജാതിയില്ല, മതമില്ല, ദൈവമില്ല എന്നുള്ളത് തന്നെയായിരുന്നു. എല്ലാം തീർച്ചയായും ഞാൻ താങ്കളിലേക്ക് വീണ്ടും, എനിക്ക് രാഷ്ട്രീയമായി തന്നെ താങ്കളിലേക്ക് വരേണ്ടി വരുന്നത്, താങ്കൾ ഒരു ഇടത് സഹയാത്രികൻ എന്ന നിലയിൽ കൂടി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് കൊണ്ടാണ്. താങ്കൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, അതെല്ലാം താങ്കൾ പറഞ്ഞത് പൂർണ്ണമായും ഹിന്ദുത്വയുമായി അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഇതേ ചോദ്യം തന്നെയാണ് സുകുമാരൻ നായരും ചോദിച്ചത്.
ഇത്തരം ചർച്ചകളും ഇത്തരം ചോദ്യങ്ങളും തിരുത്തലുകളും നടത്തണമെന്ന നിരീക്ഷണമോ നിർദ്ദേശമോ ഇടതുപക്ഷ നേതാക്കളടക്കം മറ്റു മത സാമുദായിക വിഭാഗങ്ങളിൽ നടത്തുമോ എന്നതാണ് അദ്ദേഹത്തിന്റെ സംശയം. മതപരമായ ആചാരങ്ങൾ ഞാൻ തുടക്കത്തിലെ പറഞ്ഞല്ലോ, മതപരമായ ആചാരങ്ങൾ ഇപ്പൊ ശബരിമല തീരുമാനിക്കുന്നത് ശബരിമല തന്ത്രിയാണ്, രാഷ്ട്രീയക്കാരൊന്നും അല്ല. പിന്നെ ഇവിടെ നേരത്തെ പറയുന്നത് കേട്ടു, ദേവസ്വം ബോർഡ് പണ്ട് മുതലേ ഉള്ളൂ, ഭരണസമിതി മാത്രമാണ് തീരുമാനിക്കുന്നത്. ആചാരക്രമങ്ങൾ ഗവൺമെന്റ് അല്ല തീരുമാനിക്കുന്നത്. ഓരോ ക്ഷേത്രത്തിലും ഓരോ ആചാരങ്ങളാണ്. ശബരിമല ശാസ്താവിന്റെ അച്ഛൻ സുകുമാരൻ നായർ പറഞ്ഞതിനെ താങ്കൾ ശരിവെക്കുകയാണ്. ഇല്ലല്ല, ഒരിക്കലും അല്ല. സുകുമാരൻ നായർ പറഞ്ഞ അങ്ങേറ്റം തെറ്റാണ്. അമ്പലക്കാരെ കാര്യങ്ങൾ, ഇതിനകത്തുള്ള കാര്യങ്ങൾ രാഷ്ട്രീയക്കാർക്ക് അഭിപ്രായം പറയാൻ പാടില്ലെന്ന അഭിപ്രായത്തോട് യോജിപ്പില്ല. രാഷ്ട്രീയക്കാർക്ക് അഭിപ്രായം പറയാം. അതുകൊണ്ട് പറഞ്ഞുള്ളൂ, പക്ഷേ ഇടപെടേണ്ടതില്ല. ഇടപെടാൻ തീരുമാനിക്കുന്ന അമ്പലക്കാരാണല്ലോ. ഇപ്പൊ ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ശാസ്താംകോട്ട ഷർട്ട് ധരിക്കാൻ പാടില്ല തീരുമാനിച്ച അമ്പല കമ്മിറ്റിയാണ്. അത് തെറ്റാണെന്നാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ട് പുരുഷൻ ഷർട്ട് ധരിച്ചു കൊണ്ട് കയറിയാൽ ക്ഷേത്രാചാരങ്ങൾക്ക് എന്ത് വിലക്ക് സംഭവിക്കും എന്ന് ഈ പറയുന്നവർ പറയണം. ഞാൻ ഷർട്ട് ധരിച്ചുകൊണ്ട് അമ്പലത്തിൽ വരുന്നു, ഷർട്ട് ധരിച്ചുകൊണ്ട് വന്നാൽ അവിടുത്തെ ക്ഷേത്രത്തിന് എന്തെങ്കിലും വിഘ്നം ഉണ്ടാവും. പിന്നെ ഇതൊരു പാറക്കല്ല് ഇല്ല, പെരുന്തച്ഛനിൽ പറയുന്ന താങ്കൾ പറഞ്ഞതിൽ ഒരു ഈ ദേവസ്വം ബോർഡുകൾ ക്ഷേത്രങ്ങൾ നിയന്ത്രിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് താങ്കൾ പറഞ്ഞതിൽ ഒരു സംശയമുണ്ട്. അങ്ങനെ സർക്കാർ എന്നാൽ ഒരു ഭരണസമിതി മാത്രമാണ്, ആചാരങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട വിഷയം. അങ്ങനെയെങ്കിൽ ഈ ശബരിമല വിഷയമൊക്കെ വന്നപ്പോൾ കോടതിയിൽ സർക്കാർ കൊടുത്തത് അവിടുത്തെ ആചാരവുമായി ബന്ധപ്പെട്ട് തന്ത്രികളോ അല്ലെങ്കിൽ പുരോഹിതരോ പറഞ്ഞ അതേ അഭിപ്രായം തന്നെയായിരുന്നോ കോടതിയിൽ സമർപ്പിച്ചത് എന്നതിൽ എനിക്ക് സംശയമുണ്ട്. ഇല്ല, അവിടെ അങ്ങനല്ല പറഞ്ഞത്. സുപ്രീം കോടതി സ്ത്രീകളെ കയറ്റാമെന്ന് പറഞ്ഞ് നിയമം വന്നു. ആ നിയമം ഇപ്പോഴും നിലനിൽക്കുകയാണ്. നിയമവുമായി ബന്ധപ്പെട്ടൊരു വാദപ്രതിവാദങ്ങൾ കോടതിയിൽ നടന്നിരുന്നല്ലോ. അവിടെ സർക്കാരിന്റെ സ്റ്റാൻഡ് എന്ത്, ഭരണസമിതിയുടെ സ്റ്റാൻഡ് എന്ത് എന്നുള്ളതും പ്രസക്തമായിരുന്നല്ലോ. സർക്കാർ സുപ്രീം കോടതി വിധിക്ക് അനുകൂലമായിട്ട് തന്നെയാണ് നിന്നത്. സുപ്രീം കോടതി വിധിക്ക് ശേഷമല്ല ഞാൻ ചോദിച്ചത്, വിധിയിലേക്ക് അഫിഡവിറ്റിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ കോൺഗ്രസ് കൊടുത്ത അഫിഡവിറ്റ് എന്റെ ഇരിപ്പുണ്ട്. ശാസ്താവ് നിത്യ ബ്രഹ്മചാരിയാണ്, അദ്ദേഹത്തിന്റെ ബ്രഹ്മചര്യം നശിക്കും. അങ്ങനെ ശാസ്താവിന് ഒരു പെൺകുട്ടി ശാസ്താവേ ബ്രഹ്മചര്യം നശിക്കുമെന്ന് പറഞ്ഞാൽ അതെന്തൊരു ദൈവമാ. ഈ ശാസ്താവ് ശാസ്ത്രപ്രസാദ് അച്ഛൻ കോയിൽ വന്നിട്ടുണ്ടോ? ഇടവും മലവും രണ്ട് സ്ത്രീകളുമായിട്ടിരിക്കുന്ന വിഗ്രഹമാണ്. സ്വദേശിയാണ്, അല്ല, ശാസ്താവിന്റെ മറ്റൊരു രൂപമാണ്. അപ്പൊ അവിടെ ഇരിക്കുന്നത് അവിടെ സ്ത്രീകളുമായിട്ടിരിക്കുന്ന ശാസ്താവാണ് അച്ചൻകോവിൽ ക്ഷേത്രത്തിലുള്ളത്. ശബരിമലയിൽ നേരെ തിരിച്ചാണ്. എന്തായാലും ശ്രീ ഷാബു പ്രസാദ്, നമ്മൾ ഈ